നമസ്കാരം. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായും അറിഞ്ഞിരിക്കണം. നിയമം അറിയുന്നതിന് സ്വദേശിയെന്നോ പ്രവാസിയെന്നോ എന്നൊന്നുമില്ല. നിയമം അറിയാതിരുന്നാൽ പല കുഴപ്പങ്ങളിലും പോയി ചാടും. പ്രവാസികൾ നിയമം അറിയാത്തത് കൊണ്ട് ചില്ലറ കുഴപ്പങ്ങളിലൊന്നുമല്ല പോയി ചാടുന്നത്. അതുകൊണ്ട് തന്നെ താമസിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ മനസ്സിലാക്കി വെക്കുക. വെറുതെ മനസ്സിലാക്കി വെച്ചാൽ പോരാ, കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ നിയമപരമായ പാലനത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുള്ള 3 പ്രധാന കാരണങ്ങൾ ദുബായ് പോലീസും അധികൃതരും വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ലളിതമായ ഗതാഗത നിയമലംഘനങ്ങളിൽ ഒതുങ്ങുന്നവയല്ല, മറിച്ച് ഗുരുതരമായ സാമ്പത്തിക നിയമലംഘനങ്ങളായ പരിഹരിക്കപ്പെടാത്ത കടബാധ്യതകൾ, മടങ്ങിയ ചെക്കുകൾ, നിലവിലുള്ള ക്രിമിനൽ കേസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ താമസക്കാരനും ഈ 3 നിർണായക നിയമങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വെറും അഭികാമ്യമല്ല, മറിച്ച് എമിറേറ്റുകളിലെ അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതം സുരക്ഷിതമാക്കാൻ അത്യന്താപേക്ഷിതമാണ്. UAE യാത്രാ നിരോധനം പ്രവാസികൾക്ക് വരാൻ പോകുന്നത് പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ആദ്യത്തേത് കടബാധ്യതകളാണ്, രണ്ടാമത്തേത് ബൗൺസ് ചെയ്ത ചെക്കുകൾ, 3 ക്രിമിനൽ കേസുകൾ. നിയമപരമായ അവബോധമില്ലായ്മയും സിവിൽ ക്രിമിനൽ കേസുകൾ തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങളും പ്രവാസികളെ വലയ്ക്കാറുണ്ട്. കടബാധ്യതകൾ കാരണം UAE യാത്രാ നിരോധനം നേരിടേണ്ടി വരുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിരവധി ചെറിയ വരുമാനക്കാരായ പ്രവാസികളാണ് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത്. കടം നൽകിയ ആൾക്ക് കോടതിയിൽ നിന്ന് സിവിൽ കേസിൽ അനുകൂല വിധി ലഭിച്ച ശേഷവും കടം വാങ്ങിയ ആൾ പണം തിരിച്ചടയ്ക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കടം കൊടുത്തയാൾക്ക് യാത്രാ നിരോധനം ആവശ്യപ്പെടാം. കടം വാങ്ങിയ ആൾ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ തെളിയിക്കാൻ സാധിച്ചാൽ സിവിൽ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ വിധിക്കായി കാത്തു നിൽക്കാതെ കടം നൽകിയ ആൾക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ അപേക്ഷ നൽകാവുന്നതാണ്. ചെക്ക് ബൗൺസ് ആകുന്ന സാഹചര്യങ്ങളിലും യാത്രാ നിരോധനം ഏർപ്പെടുത്താം. ബൗൺസ് ആയ ചെക്ക് ഒരു എക്സിക്യൂട്ടറി ഡീഡായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടം നൽകിയ ആൾക്ക് നേരിട്ടൊരു എക്സിക്യൂഷൻ കേസ് തുറക്കാൻ സാധിക്കും. ഈ കേസ് തുറന്നു കഴിഞ്ഞാൽ കടം വാങ്ങിയ ആൾക്ക് എക്സിക്യൂഷൻ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന തുക അടയ്ക്കാൻ അറിയിപ്പ് നൽകും. ഇത് പാലിച്ചില്ലെങ്കിൽ കടം നൽകിയ ആൾക്ക് യാത്രാ നിരോധനം ആവശ്യപ്പെടാം. യാത്രാ നിരോധനം എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്നാണ് അടുത്തതായി പറയുന്നത്. സിവിൽ കേസുകളിൽ കടം വാങ്ങിയാൽ കോടതിയുടെ എക്സിക്യൂഷൻ ഫയലിൽ പറഞ്ഞിരിക്കുന്ന തുക അടച്ചു കഴിഞ്ഞാൽ യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള എക്സിക്യൂഷൻ നടപടികൾ നീക്കം ചെയ്യാൻ അപേക്ഷിക്കാം. കോടതി യാത്രാ നിരോധനം നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി കഴിഞ്ഞാൽ യാത്രാ നിരോധനം നീക്കം ചെയ്യപ്പെട്ടതായി കണക്കാക്കും. ഈ നടപടി സാധാരണയായി വേഗത്തിൽ പൂർത്തിയാകും. ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധ്യമാകുന്നതാണ്. ക്രിമിനൽ കേസുകളിൽ യാത്രാ നിരോധനം പോലീസ് അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷൻ പോലുള്ള അധികാരികളാണ് ഏർപ്പെടുത്തുന്നത്. അന്വേഷണ സമയത്ത് വ്യക്തി അവിടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അധികാരികൾക്ക് തോന്നിയാൽ യാത്രാ നിരോധനം വരാം. ക്രിമിനൽ നടപടികൾ അവസാനിക്കുന്നതുവരെ, അതായത് പ്രോസിക്യൂഷന്റെ അന്വേഷണത്തിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നതുവരെ അല്ലെങ്കിൽ വിചാരണയ്ക്ക് ശേഷം ക്രിമിനൽ കോടതി ഒരു തീരുമാനം എടുക്കുന്നതുവരെ ഈ യാത്രാ നിരോധനം നിലനിൽക്കും. സിവിൽ കടങ്ങൾ കാരണം UAE യാത്രാ നിരോധനം നേരിടേണ്ടി വരുന്നത് ചില പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമാണ്. കടം 10,000 ദിർഹമോ അതിൽ കൂടുതലോ ആയിരിക്കണം. ജീവനാംശം, ശമ്പളവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, മറ്റു ബാധ്യതകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയല്ല. കടം വാങ്ങിയാൽ രാജ്യം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നുവെന്ന് തെളിയിക്കുന്നതിന് ഗൗരവമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. കടം തീർപ്പാക്കാത്തതും വ്യവസ്ഥകൾക്ക് വിധേയമല്ലാത്തതും ആയിരിക്കണം. എന്നാൽ നിയമലംഘനത്തിന്റെ സ്വഭാവത്തെയും ഗൗരവത്തെയും ആശ്രയിച്ചിരിക്കും ഇത്. ചെറിയ ട്രാഫിക് നിയമലംഘനങ്ങൾ, വേഗപരിധി ലംഘിക്കുകയോ ട്രാഫിക് സിഗ്നലുകൾ അവഗണിക്കുകയോ ചെയ്യുന്നത് പോലുള്ളവ അഡ്മിനിസ്ട്രേറ്റീവ് നിയമലംഘനങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് പിഴകളോ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ യാത്രാ നിരോധനത്തിന് ഇത് കാരണമാകില്ല. ചുരുക്കത്തിൽ യാത്രാവിലക്കുമായി ബന്ധപ്പെട്ട UAEയുടെ ശക്തമായ നിയമചട്ടക്കൂട് സാമ്പത്തിക ഉത്തരവാദിത്വവും നിയമത്തോടുള്ള കർശനമായ അനുസരണയും എമിറേറ്റുകളിലെ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി വ്യക്തമാണ്. 10,000 ദിർഹമോ അതിൽ കൂടുതലോ ഉള്ള സിവിൽ കടങ്ങൾ ഉടൻ തീർക്കുക. ചെക്കുകൾ പോലുള്ള സാമ്പത്തിക രേഖകൾ കൃത്യമായി പാലിക്കുക. എല്ലാത്തിനും ഉപരിയായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ചെറിയ ട്രാഫിക് പിഴകൾ സാധാരണയായി ഭരണപരമായ കാര്യങ്ങളാണെങ്കിലും അത് സിവിൽ കടമായി മാറാൻ അനുവദിക്കുന്നത് വലിയ അപകടമാണ്. കടം, മടങ്ങിയ ചെക്കുകൾ, ക്രിമിനൽ കേസുകൾ എന്നീ 3 പ്രധാന നിയമങ്ങൾ മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രവാസികൾക്ക് അവരുടെ ഭാവി മുൻകൂട്ടി സുരക്ഷിതമാക്കാൻ സാധിക്കും. യാത്രാവിലക്കിന്റെ തടസ്സങ്ങളില്ലാതെ UAEയിലെ ജീവിതം അവസരങ്ങളുടേതായി നിലനിർത്താൻ ഇത് സഹായിക്കും.